നിത്യേച്ചി, ആരാ ക്രിസ്മസ് ഫ്രണ്ട്? ആരുടെ പേരാ കിട്ടിയേ? എനിക്ക് കിട്ടിയത് റെനീറ്റയാ. നിന്റെ ക്ലാസ്സിൽ ആരുടെ പേരാ കിട്ടിയേ? എന്റെ ക്രിസ്മസ് ഫ്രണ്ട് ആദിലക്ഷ്മിയാ. എന്നെ ആർക്കാണാവോ കിട്ടിയത്? കുണക്കിനും ക്രിസ്മസ് ഫ്രണ്ട് ഉണ്ടായിരുന്നല്ലോ. നിങ്ങളുടെ ഫ്രണ്ട് ആരാ? അത് ഞങ്ങൾക്ക് വായിക്കാൻ അറിഞ്ഞൂടാ, അപ്പൊ മിസ് വീട്ടിലോട്ട് തന്നു വിട്ടു. ഇതാ എന്റെ ക്രിസ്മസ് ഫ്രണ്ടിന്റെ പേര്. നോക്കട്ടെ, ജുഹാനാ നിന്റെ ക്രിസ്മസ് ഫ്രണ്ട്? അവനോ? അവൻ എപ്പോഴും എന്നെ ഇടിക്കും. ക്രിസ്മസ് ഫ്രണ്ട് കിട്ടിയാലേ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കണം. അവൻ ഇടിക്കോ ഇല്ല എന്നുള്ളതൊന്നും കാര്യമല്ല. നിന്റെ ആരാന്ന് നോക്കട്ടെ കുണക്ക. നിനക്ക് കിട്ടിയേക്കുന്നത് റേച്ചലിനെയാ. അപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ? എന്ത് ചെയ്യാൻ? ഗിഫ്റ്റ് വാങ്ങിയിട്ടേ റേച്ചലിന് കൊണ്ടേ ഗിഫ്റ്റ് കൊടുക്കണം. അതൊന്നും പറ്റൂല, എനിക്ക് വേണം ഗിഫ്റ്റ്. എന്റെ പൊന്നു കുണിക്ക്, ക്രിസ്മസ് ഫ്രണ്ട് എന്ന് പറഞ്ഞാലേ നമുക്ക് ആരുടെ പേരാണോ കിട്ടുന്നത് അവർക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കണം. അപ്പൊ നമുക്ക് ആര് തരും? എടി, നിനക്ക് ഒരാളുടെ പേര് കിട്ടിയ പോലെ നിന്റെ പേരും കിട്ടിയിട്ടുണ്ടാകും. അവര് തന്നോളൂ നിനക്ക്, കേട്ടോ? അപ്പൊ നാളെ കുണിക്കും ഗിഫ്റ്റ് കിട്ടോ? അതല്ലേടി പറഞ്ഞത്, കിട്ടും. നമുക്ക് ഇപ്പൊ തന്നെ അടുത്തുള്ള കടയിൽ പോയി ഗിഫ്റ്റ് വാങ്ങാം. നാളെ കൊടുക്കേണ്ടതല്ലേ. ഞാൻ അമ്മേനോട് പറഞ്ഞിട്ടുണ്ട്. അമ്മ പൈസ എടുക്കാൻ പോയേക്കുവാ. 4 പേരും കൂടി പോകുന്നത് കൊള്ളാം. വഴിയിലൊന്നും വഴക്കിട്ടേക്കരുത് കേട്ടോ. ഇരുട്ടുന്നതിന് മുമ്പ് ഇങ്ങനെ എത്തിക്കോളണം. എന്ത് ഗിഫ്റ്റ് അമ്മ വാങ്ങണ്ടേ? വല്ല ഉപകാരമുള്ള ഗിഫ്റ്റ് വാങ്ങുക. പിന്നെ കുണക്കിക്കും അത് ചെറിയ കുട്ടികളല്ലേ, വല്ല ടോയ്സും വാങ്ങിയാൽ മതി. ടോയ്സ് ഗിഫ്റ്റ് കൊടുത്താലേ കുട്ടികൾ ഹാപ്പി ആകും. അമ്മ, എനിക്കും ടോയ് വേണം, കാശ് കൊടുത്തേക്ക്. ഇത് തന്നെ ഞാൻ ഈ പിള്ളേരെ കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞത്. ഈ കുട്ടികൾക്ക് അറിയില്ലല്ലോ ക്രിസ്മസ് ഫ്രണ്ടിനെ പറ്റി. ഇവര് സമ്മതിക്കുമോ ഇന്ന് മേടിക്കുന്ന സാധനം വേറൊരു കുട്ടിക്ക് കൊടുക്കാനായിട്ട്? അതൊക്കെ ഞങ്ങൾ സമ്മതിപ്പിച്ചോളാം. ഞങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. നാളെ അവർക്ക് ഗിഫ്റ്റ് കിട്ടുമല്ലോ. ഇനി ഒട്ടും സമയമില്ല. പൈസ താ, ഞങ്ങൾ പോട്ടെ. ശരി, വേഗം പോയിട്ട് വാ. ടീയക്കുട്ടി, ക്രിസ്മസ് ഫ്രണ്ട് എടുത്തോ? ടീയക്കുട്ടി എടുത്തു മമ്മ. ഗൗതമിനെ എനിക്ക് ക്രിസ്മസ് ഫ്രണ്ടായിട്ട് കിട്ടിയേക്കുന്നേ. എന്നാണ് ഗിഫ്റ്റ് കൊടുക്കേണ്ടത് ടീയക്കുട്ടി? നാളെ തന്നെ ഗിഫ്റ്റ് കൊടുക്കണം. മറ്റന്നാൾ ക്രിസ്മസ് സെലിബ്രേഷൻ. മമ്മ, ഒരു കാര്യമുണ്ട്. എൻ്റെ ഫ്രണ്ട് മാഗി ഇല്ലേ, അവക്ക് കിട്ടിയിരിക്കണതേ ആ നീതുമോളെയാ. നീതുമോള്. ആ പേരെനിക്ക് കേൾക്കണ്ട ടീയക്കുട്ടി. അവളുടെ കാര്യം പറയുമ്പോൾ എൻ്റെ വയറ് കത്തുന്നു. എനിക്ക് അവളെ ഇഷ്ടമല്ല മമ്മ. എന്ത് ചെയ്യാ, എൻ്റെ ക്ലാസ്സിലായി പോയില്ലേ. ടീയക്കുട്ടി, മമ്മക്കൊരു ഐഡിയ തോന്നുന്നു. എന്താണ് മമ്മ? നിന്റെ ഫ്രണ്ട് മാഗിനോട് നീ ആ നീതുമോളുടെ പേരിങ്ങോട്ട് വാങ്ങ്. എന്നിട്ട് നിനക്ക് കിട്ടിയ ഗൗതമിനെ മാഗിക്കും കൊടുക്ക്. അയ്യേ, എന്നിട്ട് ഞാൻ നീതുമോൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനോ? നമുക്ക് വേറെ പണിയില്ലേ? പണിയുണ്ട് ടീയക്കുട്ടി, പണി തന്നെ കൊടുക്കാം. നമ്മൾക്കേ നീതുമോൾക്ക് ഗിഫ്റ്റിന്റെ രൂപത്തിലൊരു പണി കൊടുക്കാം. മമ്മി എന്തായി പറയുന്നേ? നീ കൊടുക്കുന്ന ഗിഫ്റ്റ് ക്രിസ്മസ് ഫ്രണ്ട് ആയതുകൊണ്ട് അവൾക്ക് തുറക്കാതിരിക്കാൻ കഴിയില്ല. അത് തുറക്കുമ്പോൾ തന്നെ പൊട്ടിത്തെറിക്കണം, അല്ലെങ്കിൽ അവളത് കണ്ട് പേടിക്കണം. അതുപോലെ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ്. അതിന് മാഗിക്കല്ലേ നീതുമോളുടെ പേര് കിട്ടിയേക്കുന്നേ. നീ മാഗിനെ ഫോൺ ചെയ്യൂ. എന്നിട്ട് ഇപ്പം തന്നെ അവൾക്ക് ചോക്ലേറ്റും ഐസ്ക്രീം ഒക്കെ ഓഫർ ചെയ്യൂ. എന്നിട്ട് അവളുടെ ക്രിസ്മസ് ഫ്രണ്ടിന് നീ എടുത്തിട്ട് നിന്റെ അവൾക്ക് കൊടുക്കൂ. അത് നല്ല ഐഡിയ മമ്മ. ഈ മാഗി ഭയങ്കര കൊതിച്ചിയാ. ചോക്ലേറ്റ് തരാമെന്ന് പറഞ്ഞാൽ അവൾ സമ്മതിക്കും. ഞാൻ ഇപ്പം തന്നെ അവളെ ഫോൺ ചെയ്ത് സമ്മതിപ്പിക്കാം. കേക്കിൽ തന്ന പണി തിരിച്ച് ക്രിസ്മസ് ഫ്രണ്ടിലൂടെ നിനക്ക് തരാടി നീതുമോളെ. മക്കളെ വരൂ, എന്താ വേണ്ടത്? എല്ലാ ഐറ്റംസും ഉണ്ട്. ചേട്ടാ, ക്രിസ്മസ് ഫ്രണ്ടിന് കൊടുക്കാൻ പറ്റിയ ഗിഫ്റ്റ്. അധികം വിലയുടെ വേണ്ട കേട്ടോ, ക്യൂട്ട് ആയിട്ടുള്ള ഗിഫ്റ്റ് മതി. അതിനെന്താ, ഇവിടെ ഒത്തിരി ഐറ്റംസ് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ എടുത്തോണ്ട് വരാം. ഇത് കണ്ടോ, റാപ്പുൻസേലിന്റെ പടമുള്ള ഡയറിയാ. 2026 ഇത് ഗിഫ്റ്റ് കൊടുത്താൽ അവർക്ക് ഡയറി എഴുതുന്ന ശീലം തുടങ്ങാം. ചേച്ചി, ഇതെങ്ങനെയുണ്ട്? എടി, ഇത് കൊള്ളാം. പക്ഷെ എനിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ തോന്നുന്നില്ല. ഇത് എനിക്ക് വാങ്ങി എഴുതാനാ തോന്നുന്നേ. ചേട്ടാ, ഇതിന് എത്ര രൂപയാ? എടുത്തോ, പൈസ ഒന്നും നോക്കണ്ട, കുറവാ. 300 രൂപയുള്ളൂ. നീതുമോളെ അങ്ങോട്ട് തന്നെ കൊടുത്തേക്ക്. എന്ത് പറ്റി മോളെ, ഇഷ്ടായില്ലേ? ഞങ്ങൾ 4 പേർക്കും വാങ്ങണ്ടേ, അതുകൊണ്ട് ഇത്രയും വിലയുള്ളത് വേണ്ട. സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് 100-150 രൂപയുടെ മാത്രം വാങ്ങിയാൽ മതിയെന്ന്. അതിനെന്താ, ആ പൈസയുടെ ഗിഫ്റ്റ് ഞാൻ എടുത്തോണ്ട് വരാം. ഇപ്പൊ കൊണ്ടുവരും. ഈ ഗിഫ്റ്റ് ആയാലോ, രാത്രി നല്ല തെളിച്ചൊരിക്കും. വെറും 150 രൂപയുള്ളൂ. ഇത് കൊള്ളാലോ. നോക്കട്ടെ നീതുമോളെ. എനിക്കിത് മതി. ഇത് പാക്ക് ചെയ്തോ. ഞങ്ങൾക്കും കൂടി ഗിഫ്റ്റ് എടുക്ക്. അതിനെന്താ, ഇപ്പൊ കാണിക്കാലോ. ഈ മുത്ത് സ്ലേറ്റ് എടുത്തോ. ഇതിന്റെ ഒരു സൈഡിൽ എഴുതാം. ഇപ്പുറത്താണെങ്കിൽ ഈ മുത്തുകൾ വെച്ച് കൗണ്ട് ചെയ്യാനും പഠിക്കാം. എന്ത് രസായത്. ചേട്ടാ, ഒരെണ്ണം കൂടി എടുത്തോ. അയ്യോ, അവൾ അങ്ങനെയൊക്കെ പറയും. ഈ ഒരെണ്ണം എടുത്താൽ മതി ചേട്ടാ. ഇവക്കുള്ള ഗിഫ്റ്റ് നാളെ ഇവളുടെ ഫ്രണ്ട് കൊടുത്തോളൂ. ചേച്ചി, നാളെ കിട്ടുപടി കുണക്കി. നീ ഒന്ന് അടങ്ങ്. എനിക്ക് വേണം ഗിഫ്റ്റ്. മോൻ വേണമെങ്കിൽ ഇതെടുത്തോ. ദേ ക്രിസ്മസ് പപ്പാനിയുടെ ഒക്കെ തീം വെച്ചിട്ടുള്ള കുറച്ച് ഗിഫ്റ്റ് ഐറ്റംസാ. എനിക്കിത് മതി. കൊള്ളാമോ ചേച്ചി? കൊള്ളാടാ. അല്ല, ഈ കുണിക്ക് എന്താ ഇങ്ങനെ നിൽക്കണേ? എടി കുണിക്ക്, നാളെ നിനക്ക് ഗിഫ്റ്റ് കിട്ടും. ഉറപ്പാണോ?
അതേടി ഉറപ്പാ, നിന്റെ പേര് കിട്ടിയ കുട്ടി നാളെ നിനക്ക് ഗിഫ്റ്റ് തരും. എനിക്കൊരു ഗിഫ്റ്റ് വേണം, നല്ല വെറൈറ്റി ആയിരിക്കണേ, ക്യൂട്ടായിരിക്കണം. ഈ ക്രിസ്മസ് തീമിലുള്ള മഗ് എടുത്തോ. ഇത് സാധാരണ മഗ് പോലെയല്ല, ഇതിൽ ക്രിസ്മസ് ട്രീ ഉണ്ട്, സെറാമിക് ആണ്, നല്ല ഭംഗിയുണ്ട്. ഒരു സ്പൂണും കൂടി വരുന്നുണ്ട്. നോക്ക് ചേച്ചി, നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ. കൊള്ളാടി, അത് മതി, ഇനി നമുക്ക് പോകാം. ഈ കുട്ടിക്ക് ഇപ്പോഴും സങ്കടമാണല്ലോ, ഇത്ര സാധനങ്ങൾ വാങ്ങിയതല്ലേ. ഈ ഒരു ക്രിസ്മസ് ബോൾ ഫ്രീ ആയിട്ട് എടുത്തോ. താങ്ക് യു അങ്കിളെ. മാഗി എത്താന്ന് പറഞ്ഞ സമയം കഴിഞ്ഞല്ലോ ടീയ കുട്ടി. അവള് വരാന്ന് പറഞ്ഞതാ. അവൾ ഈ വഴിയാ ട്യൂഷന് പോകുന്നേ. അവൾ എന്തായാലും വരും. ഹായ് ടിയ. കുട്ടി എത്തിയോ? ഞാൻ നോക്കിയിരിക്കുമായിരുന്നു. ഈ വഴിയാണ് ട്യൂഷന് പോകുന്നത് അല്ലേ? അതെ ടിയയുടെ മമ്മി. അല്ല, ടിയെന്ന് എന്താ ട്യൂഷന് വിടാത്തെ? ടീയ കുട്ടി അങ്ങനെ മറ്റു വീടുകളിലൊന്നും ട്യൂഷന് പോകില്ല മാഗി. ട്യൂഷൻ എടുക്കുന്നവർ ഇങ്ങോട്ട് വരും, ഞങ്ങളുടെ വീട്ടിലേക്ക്. അതൊക്കെ പോട്ടെ, എന്നെ എന്തിനാ ടിയ ഫോൺ വിളിച്ചിട്ട് നിന്റെ വീട്ടിൽ കയറണോന്ന് പറഞ്ഞേ? അത് ഞാൻ പറയാം മോളെ. മോൾക്ക് കിട്ടിയ ക്രിസ്മസ് ഫ്രണ്ട് നീതുമോളാണ് അല്ലേ? അതെ ആൻറ്റി. അത് മോളെ, വേറെ ആരും അറിയണ്ട. ആ നീതുമോളെ ഇവക്ക് കൊടുക്കാമോ? എന്നിട്ട് ഇവക്ക് കിട്ടിയ ഗൗതമിന്റെ സ്ലിപ്പ് അത് മോൾക്ക് തന്നേക്കാം. അയ്യോ ആൻറ്റി. എന്ത് പറ്റി മോളെ? എന്താ പ്രശ്നം? ആൻറ്റി, മിസ് അറിഞ്ഞ എന്നെ കൊല്ലും. ഇന്ന് ക്രിസ്മസ് ഫ്രണ്ട് സെലക്ട് ചെയ്തപ്പോൾ മിസ് പ്രത്യേകം പറഞ്ഞതാ, ആരും മാറിയെടുക്കരുത്. ആരെയാണോ കിട്ടുന്നത് അവർക്ക് തന്നെ ഗിഫ്റ്റ് കൊടുക്കണം. ഗിഫ്റ്റ് കൊടുക്കുന്ന ദിവസം ആരും ആബ്സെന്റ് ആവരുതെന്നും പറഞ്ഞു. അതിന് മിസ് അറിയുന്നില്ലല്ലോ മോളെ. എന്നാലും ആൻറ്റി. മാഗി, ഇത് സീക്രട്ട് സാന്റ അല്ലേ? നിനക്ക് കിട്ടിയ പേര് നീ എന്നോട് പറഞ്ഞുകൊണ്ടല്ലേ ഞാൻ അറിഞ്ഞത്. വേറെ ആരും അറിയുന്നില്ലല്ലോ. പിന്നെ എന്താ പ്രശ്നം? എന്നാലും ടിയ. മാഗി, ഇത് കണ്ടോ? ഇത് ചോക്ലേറ്റ് അല്ലേ ആൻറ്റി? സാധാരണ ചോക്ലേറ്റ് അല്ല, ഒറിജിനൽ ആണ്. ടീയ കുട്ടിയുടെ പപ്പ അബ്രോഡിൽ നിന്ന് അയച്ചതാണ്. ഇത് ഞങ്ങൾ മാഗിക്ക് തരാം. എനിക്കോ? അതെ, പക്ഷെ ഇന്നല്ല, നാളെ. കുട്ടിയുടെ ക്രിസ്മസ് ഫ്രണ്ടിനെ എൻ്റെ മോൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നാളെ നിനക്ക് ഈ ചോക്ലേറ്റ് ബോക്സ് നിന്റെ സ്കൂളിൽ കൊണ്ടുവന്ന് ടീയക്കുട്ടി തരും. ഓ, ചോക്ലേറ്റ് കണ്ടിട്ട് കൊതി വരുന്നു. എന്താ മാഗി, നിനക്കത് വേണോ? സത്യമാണോ ടീയക്കുട്ടി? നാളെ നീ എനിക്ക് തരുമോ? മമ്മി പറഞ്ഞത് കേട്ടില്ലേ? നാളെ നിനക്ക് ഞാനിത് കൊണ്ടുവന്ന് തരും. നീതുമോളുടെ സ്ലിപ്പ് നീ എനിക്കിതാ, ഗൗതമിന്റെ സ്ലിപ്പ് ഞാൻ നിനക്ക് തരാം. അങ്ങനെയാണെങ്കിൽ ഓക്കെ ആൻറ്റി, എനിക്ക് സമ്മതം. വെരി ഗുഡ് മാഗി. ഇത് മാത്രമല്ല, സമ്മതിച്ചു കഴിഞ്ഞാൽ നാളെ നിനക്കൊരു സർപ്രൈസ് ഗിഫ്റ്റും കൂടി ഉണ്ട്. താങ്ക് യു ആൻറ്റി. ഞാനെന്തായാലും ഇപ്പൊ ട്യൂഷന് പോയിട്ട് വരാം കേട്ടോ. മമ്മി, അടുക്കളയിൽ നിന്നോ എവിടെന്നെങ്കിലോ കുറച്ച് പാറ്റയോ പല്ലിയോ തേരട്ടയോ എന്തെങ്കിലും കണ്ടെത്തണം. അതൊരു ഡപ്പയിലിട്ട് കൊടുക്കണം നീതുമോക്ക്. അങ്ങനെ തന്നെ വേണം ടീയക്കുട്ടി. പക്ഷേ മമ്മി, ഈ ചോക്ലേറ്റ് ഇത് അവക്ക് കൊടുക്കാൻ എനിക്ക് തോന്നുന്നില്ല. അതിനിതാര് കൊടുക്കുന്നു? അപ്പൊ മമ്മിയല്ലേ പറഞ്ഞത് നാളെ മാഗിക്ക് ഇതുകൊണ്ടേ കൊടുക്കാന്ന്? നിന്റെ പപ്പ അയച്ച ഗിഫ്റ്റ് നിനക്ക് കഴിക്കാനാണ്, അല്ലാണ്ട് മാഗിക്കൊന്നും അല്ല. ചോദിച്ചപ്പോൾ അവൾ ആദ്യം സമ്മതിച്ചില്ലല്ലോ. മിസ് വഴക്ക് പറയൂന്ന്. അവളെ വീഴ്ത്താൻ വേണ്ടി ഞാൻ നുണ പറഞ്ഞതാ. നീ ഇത് നാളെ അവക്ക് കൊണ്ടുപോയി കൊടുക്കണ്ട. മണ്ടി മാഗി, അത് വിശ്വസിച്ചു. നാളെ അപ്പം അമ്മമ്മയുടെ പ്ലാൻ എന്താ? ഒരു സർപ്രൈസ് ഗിഫ്റ്റും കൂടി അവക്ക് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. സർപ്രൈസ് അല്ല അവക്ക് കൊടുക്കാൻ പോണത്. നീതുവിനും മാഗിക്കും എല്ലാത്തിനും ഞാൻ നാളെ പണി കൊടുക്കുന്നുണ്ട്. ലവ് യു സോ മച്ച് മമ്മി, യു ആർ ബെസ്റ്റ്. അതേ ടീയക്കുട്ടി, എവിടെ പോയാലും സ്കൂളിലും ട്യൂഷൻ ക്ലാസ്സിലും ഡാൻസ് ക്ലാസ്സിലും എവിടെ പോയാലും നീ ആയിരിക്കണം ഏറ്റവും മുൻപില്. നിനക്കിട്ട് പണിതെന്ന് ആരെയും ഈ മമ്മി വെച്ചേക്കില്ല. ഒരു നീതുമോള്, അവളെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്.